നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തീപിടുത്തം. റക്സിൻ സെന്റർ കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് അർദ്ധരാത്രിയിൽ. ആളപായമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തം ആവർത്തിക്കുമ്പോഴും ചെർപ്പുളശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കടലാസിൽ ഒതുങ്ങുന്നു. ഇക്കാര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും. ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് പി മമ്മിക്കുട്ടി MLA. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിച്ച് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ. റേഞ്ച് ഓഫീസർ N. സുബൈറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പ്രതിരോധ നടപടികൾ ഫലപ്രദം. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും കുറഞ്ഞു. ഓംബുഡ്സ്മാൻ ഇടപെട്ടു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നഗരസഭ പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചു. നടപടി 1 വർഷത്തോളം യാത്രക്കാരെ വലച്ച ശേഷം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശ്ശിയിലെ യാത്രാ ദുരിതം. റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. റോഡ് നവീകരണവും റെയിൽവേ മേൽപ്പാല നിർമ്മാണവും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകൾ നോക്കാം. ചെർപ്പുളശ്ശേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തീപിടുത്തം. റക്സിൻ സെന്റർ പൂർണ്ണമായും, തൊട്ടടുത്ത ടീ ഷോപ്പ് ഭാഗികമായും കത്തിനശിച്ചു. സമീപത്തെ പള്ളിയുടെ ഒരു ഭാഗത്തേക്കും തീ പടർന്നു. ആളപായമില്ല. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന ബിസ്മി റക്സിൻ സെന്റർ, തൊട്ടടുത്ത ടീ ഷോപ്പ് എന്നിവയാണ് കത്തിനശിച്ചത്. സമീപത്തെ പള്ളിയുടെ ഒരു ഭാഗത്തേക്കും തീ പടർന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 12:30ഓടെയായിരുന്നു സംഭവം. ഷൊർണൂർ, കോങ്ങാട്, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ 7 യൂണിറ്റുകളും നാട്ടുകാരും പോലീസും ചേർന്ന് കഠിന പ്രയത്നത്തിനൊടുവിൽ പുലർച്ചെ 3 മണിയോടെയാണ് തീ അണച്ചത്. ആളപായമില്ല. റക്സിൻ കടയിലെ സാധനങ്ങൾ പൂർണ്ണമായും അഗ്നിക്കിരയായി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സമീപത്തെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പള്ളിയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്കും തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായി. ചെർപ്പുളശ്ശേരിയിൽ ഇത് ആദ്യമായല്ല തീപിടുത്തമുണ്ടാകുന്നത്. 1 വർഷം മുമ്പും ഫാൻസി കടയിൽ വൻ തീപിടുത്തമുണ്ടായി ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഒരു ഫയർ സ്റ്റേഷൻ ചെർപ്പുളശ്ശേരിയിൽ ഇല്ലാത്തതാണ് അന്നും തീപിടുത്തത്തിന്റെ ആക്കം കൂട്ടിയത്. ഇപ്പോൾ തീപിടുത്തമുണ്ടായപ്പോഴും ഷൊർണൂർ, കോങ്ങാട്, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചെർപ്പുളശ്ശേരിയിൽ ഒരു ഫയർ യൂണിറ്റ് വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാരും വ്യാപാരികളുമെല്ലാം. ഇവിടെ രാത്രി ഒരു 11:30യോട് കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ചെർപ്പുളശ്ശേരിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യം, ചെർപ്പുളശ്ശേരിയിൽ ഇതേവരെ ഒരു ഫയർ സ്റ്റേഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ പ്രയാസമായിട്ട് പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ കച്ചവടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ വലിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ, സാമിയ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ നമ്മളിത് MLA ആയിട്ട് സംസാരിച്ചിരുന്നു. MLA അത് വളരെ നല്ല രീതിയിൽ തന്നെ ടേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതൊന്നുകൂടി ഫോളോ അപ്പ് ചെയ്യാൻ ഞങ്ങൾ MLA യോട് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചെർപ്പുളശ്ശേരിയിലൊരു സർവീസ് യൂണിറ്റെങ്കിലും അനുവദിച്ച് ഈ ഒരു പ്രയാസത്തിന് പരിഹാരം കാണാൻ എല്ലാ ആളുകളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്നലെ തന്നെ ഷൊർണൂരിൽ നിന്ന് ഉള്ള ഒരു യൂണിറ്റ് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പട്ടാമ്പിയിൽ നിന്നും കോങ്ങാട്ടിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് കുറച്ചൊരു നിയന്ത്രണ വിധേയമായത്. അതങ്ങനെ ഒരു സംവിധാനം വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും, ഇവിടെ തൊട്ട് ബാക്കിൽ വീടുകളുണ്ട്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ടൗണിനോടനുബന്ധിച്ച് ഇത്തരം അപകടങ്ങൾ വരുമ്പോൾ അപകടങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. പക്ഷേ ആ അപകടങ്ങൾ വരുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനത്തിലേക്ക് ജനപ്രതിനിധികളുടെയും സംവിധാനത്തിൻ്റെയും ശ്രദ്ധ ഒന്നുകൂടി ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഒരു 50 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു കടയിൽ മാത്രം നഷ്ടമുണ്ട്. മറ്റു കടയുടെ ബേക്കറി, ചായക്കടയിലത്തെ നഷ്ടത്തിന് നമ്മളിപ്പോൾ നോക്കാൻ പറ്റിയിട്ടില്ല. റക്സിൻ്റെ കടകളിൽ മാത്രം 50 ലക്ഷത്തിൻ്റെ മുകളിൽ നഷ്ടമുണ്ട്. ബിൽഡിങ്ങിൻ്റെ പറയുന്നത്
പള്ളിയുടെ ഒരു ചെറിയ ഭാഗം, ആ മുനാരത്തിൻ്റെ ആ ഭാഗം ഒരു രണ്ട് മീറ്ററോളം പള്ളിയുടെ ഭാഗത്തേക്ക് പടർന്നു. അപ്പോഴേക്കും ഫയർഫോഴ്സ് വന്നു. അത് ഫയർഫോഴ്സ് വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും അത് നീളുമായിരുന്നു. ഒക്കെ ഈ ACP ചെയ്തായതുകൊണ്ടേ പെട്ടെന്ന് പ്ലാസ്റ്റിക് കത്തുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. എല്ലാ ഭാഗത്തു നിന്നും 10-15 മിനിറ്റ് കൊണ്ട് കുളപ്പുള്ളിയിൽ നിന്നും ഒറ്റപ്പാലത്തു നിന്നും പെരിന്തൽമണ്ണ പട്ടാമ്പി ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാരും അതിൻ്റെ സജ്ജീകരണമായി എത്തി. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള ബിൽഡിങ്ങുകൾക്ക് പകരാതിരിക്കാൻ വളരെ ഉപകാരപ്പെട്ടു. എന്നിരുന്നാലും നമ്മളെ ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീമമായ ടാക്സ് ഇവിടെ ബിൽഡിംഗ് ഓണേഴ്സ് നൽകുന്നുണ്ട്. എന്നാൽ അവർക്ക് യാതൊരുവിധ പരിരക്ഷയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നില്ല എന്നുള്ളത് എപ്പോഴും എടുത്തു പറയുന്നത്. അപ്പോൾ 2 വർഷം മുമ്പ് നമ്മൾ സാമിയയിൽ കണ്ടതാണ് ഇതിന് തുല്യമായിട്ടുള്ള ഒരു തീപിടുത്തം. അന്നും ഇതുപോലെ തന്നെ ഇതിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു ചെർപ്പുളശ്ശേരിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിൻ്റെ ബ്രാഞ്ച് തുറക്കുന്നതാണ്, സ്ഥാപനം തുറക്കുന്നതാണ്, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതാണ്. എന്നാൽ ഇന്നിതുവരെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മുൻകൈയെടുത്ത് വന്നിട്ടില്ല. എന്നാൽ ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും വരും. വന്നു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഭരണരംഗത്തുള്ള ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റം വന്ന് എത്രയും പെട്ടെന്ന് തന്നെ ചെർപ്പുളശ്ശേരിയിൽ ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് തുടങ്ങണമെന്നാണ് ചെർപ്പുളശ്ശേരി ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ പേരിൽ ആവശ്യപ്പെടാനുള്ളത്. ചെർപ്പുളശ്ശേരിയിൽ തീപിടുത്തമുണ്ടായ കടകൾ പി മമ്മിക്കുട്ടി MLA സന്ദർശിച്ചു. വ്യാപാരി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് MLA പറഞ്ഞു. ചെർപ്പുളശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണ്ടതിൻ്റെ ആവശ്യകത വ്യാപാരികളും നാട്ടുകാരും MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫയർ സ്റ്റേഷനായി സമ്മർദ്ദം ചെലുത്തുമെന്നും MLA പറഞ്ഞു. ദൂരം താണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഇടപെടുകയും കണക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഈ ഓടി വരുന്ന ദൂരം കുറക്കാൻ വേണ്ടി കഴിയും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ നമ്മൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടിയും തന്നു. ഇപ്പോൾ ഇടക്കിടക്ക് ഈ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇതിൻ്റെ അനിവാര്യത വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കടയും അതുപോലെ തന്നെ വ്യാപാര വാണിജ്യ വിഭാഗത്തിൻ്റെയും മറ്റൊക്കെയും സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അധികം വൈകാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ ഉന്നയിച്ചപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ പ്രയോറിറ്റിയിൽ കിടക്കുന്നത് ഒറ്റപ്പാലം ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വരുന്നതിനെന്താ വെച്ചാൽ പറയുന്നത് ഷൊർണൂരൊന്നുണ്ട് എന്നാണ്. നമ്മളോട് നമ്മൾ പറയുമ്പോഴും പട്ടാമ്പിയിലൊന്നുണ്ട്. കാരണം ഫയർ സ്റ്റേഷൻ അങ്ങനെ എല്ലാ താലൂക്കും എല്ലാ പ്രദേശത്തും അനുവദിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണമെന്നാണ് അതിൻ്റെ പറയുന്നത്. ആ നിലയിൽ നമുക്ക് ചെർപ്പുളശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് തരണമെന്ന് ആവശ്യം നമ്മൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടക്കിടക്കുണ്ടാകുന്ന ഈ തീപിടുത്തം അതിൻ്റെ എമർജൻസി അടിയന്തര സ്വഭാവം വർദ്ധിക്കുകയാണ്. ആ നിലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇൻസിഡൻറ്റ് കൂടി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി ത്വരിതപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് മാത്രമാണ് ഈ അവസരം പറയാം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാംകുറിശ്ശിയിലെ യാത്രാ ദുരിതം. റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. LDF സർക്കാരിന്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. പട്ടാമ്പി MLA നീതി പാലിക്കുക. ഗതി മാറും, സമരത്തിന്റെ ഗതി മാറും, സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും. വാടാനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണവും റോഡ് നവീകരണവും ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. പൊടിശല്യത്തെ തുടർന്ന് വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് പരിസരത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം.
വാടാനംകുറിശി, ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ജിലേരി എന്നോണം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പാത കഴിഞ്ഞ 2 വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇവിടെ നമുക്കറിയാം, സൂചിപ്പിച്ചല്ലോ, ശ്രീമതി ഉമ്മൻചാണ്ടി സാറിനെ ഞാനും നിങ്ങളും ഓർക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേവലം 100 ദിവസങ്ങൾക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 100 പാലങ്ങൾ പണിത ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രം മതി ഇത്തരം റോഡ് പണി പുരോഗമിക്കാനും തീർക്കാനും എന്നുള്ളത് ഇവിടെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനകീയരായ നേതാക്കന്മാർ, ഭരണാധികാരികൾ ഈ സംസ്ഥാനത്ത് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊടി നിന്ന് ജീവിക്കേണ്ടി വലിയ പ്രയാസകരമായ യാത്ര നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. സുരേഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അസീസ് പട്ടാമ്പി, EP യൂസഫ്, അബൂബക്കർ സിദ്ദീഖ്, CP ബാബു, A. ശ്രീനിവാസൻ, ഷാഫി കാരക്കാട്, ഷാഫി മരുദൂർ, CT അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിച്ച് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നേരിടുന്ന ഭാഗമായിരുന്നു മണ്ണാർക്കാട് വനം ഡിവിഷനിലെ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈറിൻ്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള 16 ജീവനക്കാരാണ് കാട്ടാനകളെ തുരത്തുന്നത്. മലയോര ജനതയുടെ ജീവനും സ്വത്തും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ പോരാടുന്ന ഒരു കൂട്ടം വനപാലകരുടെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു. വനാതിർത്തിയിൽ പ്രതിരോധ വേലി നിർമ്മിച്ചും ഉറക്കമൊഴിച്ച് കാട്ടാനകളെ തുരത്തിയും ഇവയ്ക്ക് തമ്പടിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കിയുമാണ് ആനകളുടെ കാടിറക്കം ഇവർ തടയുന്നത്. നാട്ടുകാരുടെയും തദ്ദേശ ജനപ്രതിനിധികളുടെയുമെല്ലാം സഹകരണവും ഇവർക്കുണ്ട്. മണ്ണാർക്കാട് വനം ഡിവിഷനിലെ വിവിധ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധികളിലായി പ്രതിവർഷം 500ഓളം തവണ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ടെന്ന് ഓഫീസ് രേഖകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ള മേഖലയാണ് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധി. വർഷത്തിൽ 350-370 തവണയെങ്കിലും ഇവിടെ കാട്ടാനകൾ എത്തുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യമുള്ളതായി കണക്കാക്കുന്ന ഭാഗവും ഇവിടെയാണെന്ന് വനപാലകർ പറയുന്നു. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഭാഗങ്ങളിലെ ജനവാസ മേഖലയിലേക്കുള്ള കാട്ടാനകളുടെ വരവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശം കുറയ്ക്കാനും മനുഷ്യജീവന് അപകടമില്ലാതെ സംരക്ഷിക്കാനും വനംവകുപ്പിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം സാധിക്കുന്നുണ്ടെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അംഗം നൂറുൽ സലാം പറഞ്ഞു. വനംവകുപ്പ് ജീവനക്കാർ, പിന്നെ നമ്മളെ സൈലന്റ് വാലി റേഞ്ച് ഓഫീസറായാലും മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ സുബൈർ സാറായാലും നമ്മളെ മറ്റ് സ്റ്റേഷൻ സ്റ്റാഫുകളൊക്കെ വളരെ ആത്മാർത്ഥയോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് വന്യമൃഗശല്യത്തിന് ഏറെക്കുറെ ഒരു പരിഹാരം കാണാൻ ഈ മേഖലയിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് അതിന് ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നത്. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈറിൻ്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള 16 ജീവനക്കാരാണ് കാട്ടാനകളെ തുരത്തുന്നത്. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിന് കീഴിലുള്ള ദ്രുത പ്രതികരണ സേനയും ഇവർക്ക് സഹായത്തിനായി എത്തിച്ചേരും. പടക്കം പൊട്ടിച്ചും ബഹളം കൂട്ടിയും അത്യാവശ്യമാണെങ്കിൽ മാത്രം പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചുമാണ് ആനകളെ തുരത്താറ്. ഒരു വർഷം 50,000 രൂപയുടെ പടക്കം ആനകളെ തുരത്താൻ RRT ഉപയോഗിക്കുന്നു. തിരുവിഴാംകുന്നിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് കാട്ടാനശല്യം വർദ്ധിച്ചതിന് പിന്നിലുള്ള കാരണങ്ങളിലൊന്ന്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ ബഫർ സോൺ മേഖല അതിരിടുന്നതിനാൽ ഇവിടെ നിന്നുമാണ് കാട്ടാനകൾ കൂടുതലായും എത്തുന്നത്. വനാതിർത്തിയിൽ തന്നെ ആനകളെ തടയാൻ അമ്പലപ്പാറ മുതൽ കുരുത്തിച്ചാൽ വരെ തൂക്കുവേലി ഒരുങ്ങുന്നുണ്ട്. 1.29 കോടി രൂപ ചെലവിൽ 18 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന വേലിയുടെ പ്രവൃത്തികൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച് 10 കിലോമീറ്ററിൽ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രതിരോധം തീർക്കാൻ പദ്ധതി സഹായകമായെന്ന് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈർ പറഞ്ഞു. ഈ 18 കിലോമീറ്റർ തൂക്കുവേലിയുടെ അതിൽ 10 കിലോമീറ്റർ തൂക്കുവേലിയുടെ നിർമ്മാണത്തിന് ശേഷം നമുക്ക് നമ്മുടെ വന്യജീവി പ്രത്യേകിച്ച് ആനയുടെ ശല്യത്തിൽ വളരെ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 2023 ഏകദേശം 360 തവണ നമ്മൾ ആന ഇറങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം പകുതിയോളമായിട്ട് നമുക്ക് 2024 കുറയ്ക്കാൻ സാധിച്ചു.
കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് അറിയിക്കാൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വനപാലകരും അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. ഓംബുഡ്സ്മാൻ ഇടപെടൽ. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നഗരസഭ പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രം വീണ്ടും നിർമ്മിച്ചു. ഒരു വർഷം യാത്രക്കാരെ വെയിലത്തും മഴയത്തും നിർത്തിയത് എന്തിനെന്ന ചോദ്യം ബാക്കിയാക്കിയാണ് വീണ്ടും ഷെഡ് നിർമ്മിച്ചത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നേരത്തെ ഉണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം ഒരു വർഷം മുൻപാണ് പൊളിച്ചു മാറ്റിയത്. പൊളിച്ച സ്ഥലത്ത് അതേ രൂപത്തിൽ പുതിയ ഷെഡ് കെട്ടി കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിച്ചു. യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെയിലും മഴയും കൊള്ളാതെ നിൽക്കാമെന്ന ആശ്വാസമുണ്ട്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ബസ്സുകൾ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഭാഗത്തായിരുന്നു നേരത്തെ കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നത്. ഇതാണ് ഒരു മുന്നറിയിപ്പും മുന്നൊരുക്കവുമില്ലാതെ പൊളിച്ചു നീക്കിയത്. ഇത് വ്യാപകമായ പരാതിക്കും വിവാദത്തിനും ഇടയാക്കി. CPM കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പൊളിച്ച കേന്ദ്രത്തിനു പകരം ബസ് സ്റ്റാൻഡിന്റെ പിൻഭാഗത്ത് പുതിയത് കെട്ടിയെങ്കിലും യാത്രക്കാർക്ക് സൗകര്യപ്പെടുന്നതായിരുന്നില്ല. പിൻവശത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ബസ്സിനടുത്തേക്ക് നടന്നെത്തുമ്പോഴേക്കും ബസ് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് കാരണം യാത്രക്കാർ വെയിലും മഴയും കൊണ്ട് ബസ് വരുന്ന ഭാഗത്ത് തന്നെ നിൽക്കുകയായിരുന്നു. പല സംഘടനകളും വ്യക്തികളും നഗരസഭയോട് പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് സ്വകാര്യ വ്യക്തി ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ 21-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പരാതിക്കാരനും നഗരസഭയ്ക്കും ഓംബുഡ്സ്മാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനിടെയാണ് പുതിയ ഷെഡ് നിർമ്മിച്ച് നഗരസഭ തൽക്കാലം തലയൂരിയത്. കഥകളിയിലെ അണിയറ ശില്പി നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകന് നാടിൻ്റെ അന്ത്യാഞ്ജലി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ ഔദ്യോഗിക ബഹുമതികളോടെ മാങ്ങോട്ടെ വസതിയിൽ നടന്നു. 8 പതിറ്റാണ്ടോളം കഥകളിയിലെ വേഷങ്ങൾക്ക് മിഴിവ് പകർന്ന നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ ഇനി ഓർമ്മ. വ്യാഴാഴ്ച അന്തരിച്ച അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മൂത്തമകൻ ഉണ്ണികൃഷ്ണൻ ചിതയ്ക്ക് തീ കൊളുത്തി. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൾ മജീദ്, സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ PA സുധ, കളക്ടർക്ക് വേണ്ടി തൃക്കടേരി 2 വില്ലേജ് ഓഫീസർ ഇൻചാർജ് രാജൻ എന്നിവരും മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. MLA-മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, വെള്ളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി TS മാധവൻകുട്ടി, കേരള സംഗീത നാടക അക്കാദമി അംഗം അപ്പുക്കുട്ടൻ സ്വരലയം, കലാമണ്ഡലം വേഷവിഭാഗം ഡീൻ KB രാജാനന്ദ്, ഡോക്ടർ സദനൻ കൃഷ്ണൻകുട്ടി, കോട്ടയ്ക്കൽ മധു, കലാനിലയം ബാലകൃഷ്ണൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം സോമൻ, കലാമണ്ഡലം രാംമോഹൻ, TT നാരായണൻകുട്ടി നായർ തുടങ്ങിയവരും മറ്റ് കഥകളി കലാകാരന്മാരും ശിഷ്യഗണങ്ങളും ആരാധകരും വീട്ടിലെത്തിയിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവൃത്തികളുടെ നിർവഹണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്നും ET മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ മഹാത്മാഗാന്ധി NREGS, PMAY, PMKSY, PMGSY, സ്വച്ഛ് ഭാരത് മിഷൻ, ദേശീയ കുടുംബസഹായ നിധി, JJM, ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, NHM പദ്ധതികൾ, ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ, ICDS, പ്രധാനമന്ത്രി പരമ്പരാഗത കൃഷി വികാസ് യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, സമഗ്ര ശിക്ഷാ അഭിയാൻ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന, പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം, പ്രധാനമന്ത്രി ജൻധൻ യോജന തുടങ്ങിയവയുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു. MP-മാരായ അബ്ദുസമദ് സംദാനി, PV അബ്ദുൾ വഹാബ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ജില്ലാ കളക്ടർ VR വിനോദ്, DRDA പ്രൊജക്ട് ഡയറക്ടർ BL ബിജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.
കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നിവേദന സമർപ്പണ മാർച്ച് നടത്തി. പട്ടികജാതി ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് KSKTU ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. റോഡുകളെല്ലാം കുളമായേ, തെരുവുവിളക്കുകൾ കത്തുന്നില്ല, ഇൻകുലാബ് സിന്ദാബാദ്. കുടിവെള്ളത്തിന് പരിഹാരമില്ല. പ്രതിഷേധിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. പട്ടികജാതി ഗ്രാമങ്ങളിലെ വിവിധ പ്രശ്നങ്ങളും പരിമിതികളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് നിവേദന സമർപ്പണ മാർച്ച് നടത്തിയത്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിലെത്തി. തുടർന്ന് നടന്ന ധർണാ സമരം KSKTU ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട് പഞ്ചായത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ട നിരന്തരമായ സമരം ഞങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മേഖല തന്നെ തീയാതി മേഖല ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ തന്നെ കുടിവെള്ളം മോട്ടർ കിട്ടുന്നതിന് വേണ്ടി PKS ആഭിമുഖ്യത്തിൽ ഒരു സമരം കഴിഞ്ഞ 2 മാസം മുന്നേ സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് 6 മോട്ടർ അതിനെ നിരന്തരമായ സമരത്തിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവസാനം കഴിഞ്ഞ ആഴ്ചയാണ് ആ മോട്ടർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എങ്ങനെ ഞങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരു പുച്ഛമായ രീതിയിൽ തന്നെയാണ് ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വയ്ക്കുന്ന ആ നിവേദനം കൃത്യമായി നടത്തിയിട്ടില്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം, പാണ്ടിക്കാട് പഞ്ചായത്തിൽ പട്ടികജാതിക്കാരെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ സമരത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M. മുൻഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുന്ദരൻ ഈസ്റ്റ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ NT ഹരിദാസൻ, P. രാമദാസ്, യൂനസ് വടക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. വിജയകുമാരി, T. ശ്രീദേവി, KK കൃഷ്ണജ, M. സുനീറ, K. ദേവകി, AP ശിഹാബുദ്ദീൻ, ഹസൻകുട്ടി, പുഷ്പരാജൻ, ഗോപാലകൃഷ്ണൻ, P. ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരുവാരക്കുണ്ട് യൂണിറ്റ് നിർമ്മിച്ച് നൽകിയ നസറുദ്ദീൻ സ്മാരക സ്നേഹവീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് V. കുഞ്ഞാവു ഹാജി താക്കോൽദാനം നിർവഹിക്കും. തരിശ് സ്വദേശിയായ വ്യാപാരിക്കാണ് വീട് നിർമ്മിച്ച് നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരക്കുണ്ട് യൂണിറ്റ്, വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് തരിശ് സ്വദേശിയായ വ്യാപാരിക്ക് നസറുദ്ദീൻ സ്മാരക സ്നേഹഭവനം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4 തരിശിൽ നടക്കുന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി താക്കോൽദാനം നിർവഹിക്കും. താക്കോൽദാനത്തിന് ശേഷം കിഴക്കേതല അക്ഷയ സെന്ററിന് സമീപം നടക്കുന്ന പൊതുചടങ്ങ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ ഒരു വീടില്ലാത്ത ആളുകളെ തിരഞ്ഞപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ പേര് മാത്രമാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. അപേക്ഷ തന്ന ഒരാൾ മാത്രമാണ് ഞങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചത്. അയാൾക്ക് ഞങ്ങൾ ആ വീട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ വീടിൻ്റെ പണികൾ പൂർത്തിയാക്കി ഏകദേശം 8.5 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഈ വീട് ലഭിക്കുന്ന ആളുടെ എല്ലാ സൗകര്യങ്ങളും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വീടിൻ്റെ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്, വീട് കൈമാറുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും എന്തെങ്കിലുമൊക്കെ കുറവുകൾ വീടിനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, ഞാൻ ഈ വീട്ടിൽ വളരെ സംതൃപ്തനാണ്. എൻ്റെ മനസ്സിൽ ഞാനൊരു വീടെന്നുള്ള സ്വപ്നം കൊണ്ട് നടന്നത് ഇതേപോലെ ഒരു സ്വപ്നമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിനെനിക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി തന്നു. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് ആ മനുഷ്യൻ്റെ വായിൽ നിന്നും കേട്ടത്.
യൂത്ത് വിംഗ് നടത്തിയ സമ്മാനോത്സവ ക്യാമ്പയിനിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. വ്യക്തിക്കാണ് ഒന്നാം സമ്മാനമായ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കിട്ടിയിട്ടുള്ളത്. രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ കിട്ടിയിട്ടുള്ളത് മെഹസിൻ റിസ്വാൻ എന്ന ആൾക്കാണ്. മൂന്നാം സമ്മാനം LED TV കിട്ടിയത് അർഷദ് പുൽവട്ട എന്ന വ്യക്തിക്കാണ്. നാലാം സമ്മാനം ഗോൾഡ് കോയിൻ കിട്ടിയത് അലൻ M കേരള എന്ന വ്യക്തിക്കാണ്. തുടർന്ന് വരുന്ന 10ഓളം പ്രോത്സാഹന സമ്മാനങ്ങളും ഞങ്ങൾ നറുക്കെടുത്തിട്ടുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ ആ ചടങ്ങിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കളും ഈ നാട്ടിലെ നമ്മുടെ ജനപ്രതിനിധികളും സാംസ്കാരിക നായകരൊക്കെ ഉൾപ്പെടുന്ന ആ സദസ്സിൽ വെച്ച് നൽകുന്നതാണ്. മുഴുവൻ ആളുകളെയും, കരുവാരക്കുണ്ടിലെ മുഴുവൻ ജനസാമാന്യത്തെയും ഞങ്ങൾ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ, വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ, മറ്റു ജനപ്രതിനിധികൾ, KVVS ജില്ലാ, സംസ്ഥാന, മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോയ് ചെറിയാൻ, യൂണിറ്റ് ട്രഷറർ സൈനുൽ ആബിദ്, യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MK ആരിഫ്, M നാസർ, P നിസാർ, K അൻസാർ ചെറി, ജയേഷ് മുള്ളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. അക്ഷരപുണ്യത്തിന്റെ 50 ആണ്ട് പിന്നിട്ട കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജനുവരി 27 2 മണിക്ക് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് K ശാന്തകുമാരി MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, നിർധന കുടുംബത്തിന് പാർപ്പിടം, കമ്പ്യൂട്ടർ ലാബ് നവീകരണം, സാംസ്കാരിക സാഹിത്യ സദസ്സ്, സ്കൂൾ പ്രവേശന കവാടം തുടങ്ങി വിവിധ പദ്ധതികൾ ഒരു വർഷത്തെ സുവർണ ജൂബിലി കാലയളവിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. 1980-81 SSLC ബാച്ച് സ്പോൺസർ ചെയ്ത കുടിവെള്ള യൂണിറ്റ് ഇതോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യും. 18 ക്ലാസ് മുറികൾക്കുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും MFI ഫണ്ടിൽ പൂർത്തീകരിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയവും കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. നമ്മുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിന്റെ സമഗ്ര മേഖലയിലുള്ള വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ സ്കൂളിൽ 50 വർഷക്കാലമായി ഇവിടെ പഠിപ്പിച്ചിരുന്ന പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന ഗുരുവന്ദനം എന്നുള്ള ഒരു ചടങ്ങ്, അതുപോലെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമവും ഈ സുവർണ ജൂബിലി. സ്കൂൾ പ്രിൻസിപ്പൽ ബിനോയ് N ജോൺ, ഹെഡ് മാസ്റ്റർ ജമീർ M, CS രാജേഷ്, സ്കൂൾ PTA പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, SMC ചെയർമാൻ PK മുസ്തഫ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണം വീടുകളിൽ നിന്നും ശീലിക്കാൻ കഴിയണമെന്ന് സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ. പട്ടാമ്പിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭയിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദ് പത്മസൂര്യ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. സിനിമാ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യ, മാളവിക ശ്രീനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായി എത്തി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ ശീലിക്കണമെന്ന് പട്ടാമ്പി നഗരസഭയുടെ സ്വച്ഛ് അംബാസിഡർ കൂടിയായ ഗോവിന്ദ് പത്മസൂര്യ സൂചിപ്പിച്ചു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഭവം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മൾ ശീലമാക്കിയാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്താണ്. അവിടെ കൃത്യമായിട്ട് ഇത് പറഞ്ഞ പോലെ ഈ പച്ച കളറിലും നീല കളറിലും ചുവപ്പ് കളറിലുമുള്ള കൃത്യമായിട്ടുള്ള ബക്കറ്റുകൾ വീട്ടിലുണ്ട്. ഈ ബക്കറ്റിൽ നമ്മൾ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും അതിനനുസരിച്ച് കൃത്യമായി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാലിന്യം നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു നെറ്റ്വർക്കാണ്. ഇത് ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. വീട്ടിലുള്ള നമ്മൾ വിചാരിക്കണം, ഇത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ശുചിത്വ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിചാരിക്കണം, അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാഴ്ച വന്നു കഴിഞ്ഞാൽ അത് മൊത്തം തവിടുകൂടിയാവും. അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. പക്ഷെ ഈ നെറ്റ്വർക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് മാലിന്യമുക്ത നാടിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശിഷ്ടാതിഥികൾ കുട്ടികളുമായി സംവദിച്ചു. നമുക്ക് ലോക പ്രകൃതി ദിനം വരുമല്ലോ. ഈ ലോക പ്രകൃതി ദിനത്തിന്റെ അന്നാണ്
നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി സേവനവാരം പരിപാടിക്കൊക്കെ പോവുക. അന്ന് ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ സ്കൂളിൻ്റെ ചുറ്റുമുള്ള വേസ്റ്റും ഞാൻ സെൻറ്റ് പോൾസിലാണ് പഠിച്ചത്. അപ്പോൾ ഉമ്മിക്കുന്ന് കിഴായൂർ ഭാഗത്തുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുക, അത് പെറുക്കുക. കൊല്ലത്തിൽ ഒരിക്കലും മാത്രം ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സേവനവാരം എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഈ ഇനീഷ്യേറ്റീവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു വേൾഡ് എൻവിറോൺമെന്റ് ഡേ അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമല്ല ഇത്. മാലിന്യമുക്ത നാടിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശിഷ്ടാതിഥികൾ കുട്ടികളുമായി സംവദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഹരിതസഭ ചേർന്നു. തങ്ങൾക്ക് ചുറ്റും കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും കുട്ടികൾ അവതരിപ്പിച്ചു. നാട് മാലിന്യമുക്തമാക്കി മാറ്റാനുള്ള ആശയങ്ങളും കുട്ടികൾ പങ്കുവച്ചു. മുനിസിപ്പാലിറ്റിയും ഏകഗണമായി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു വരുന്നു. നമ്മുടെ സമൂഹത്തിൽ വിവിധ രീതിയിലുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിലെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് ദൃശ്യമാകാറുണ്ട്. രണ്ടാമതായി കുട്ടികൾ കണ്ടെത്തിയത് തോട്ടുങ്ങൽ സിറ്റിയിലെ പട്ടാമ്പി ഭാരതപ്പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന തോട്ടിൽ മാലിന്യജലം അടഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നതാണ്. സ്വകാര്യ വ്യക്തികൾ മാലിന്യജലം പൈപ്പിലൂടെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. മൂന്നാമതായി ഫോർഹം ഷോപ്പിന്റെ പിന്നിലൂടെയുള്ള റോഡിൽ ക്വാർട്ടേഴ്സിനടുത്തായി ഒരു മാലിന്യ കൂമ്പാരം. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും പുതിയ സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും 25 ഞായറാഴ്ച നടക്കും. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TRK സ്കൂളിൽ നിന്നും ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹാദരവും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമാണ് ജനുവരി 25 നടക്കുന്നത്. പ്രിൻസിപ്പൽ കെ രാജീവ്, ഹെഡ്മാസ്റ്റർ പി ജഗദീഷ്, HSD PR രാധാമണി എന്നിവരാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. കൂടാതെ സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 25 വൈകിട്ട് 5 മണിക്ക് നടക്കും. മന്ത്രി MP രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരായിട്ടുള്ള പ്രിൻസിപ്പൽ ശ്രീ രാജീവ് സാർ, അതുപോലെ തന്നെ പ്രധാന അധ്യാപകനായിട്ടുള്ള ജഗദീഷ് സാറ്, ഹൈസ്കൂൾ അധ്യാപികയിലെ രാധാമണി ടീച്ചർ, ഒരു 3 പേര് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്ത് പോവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രാജീവ് സാറ്, ജഗദീഷ് സാർ ഒരു കുറേ വർഷങ്ങളായി, ജഗദീഷ് സാർ കുറച്ച് 2 വർഷങ്ങളായിട്ട് നേതൃസ്ഥാനത്തുള്ള വ്യക്തിയാണ്. രാജീവ് സാർ ഏകദേശം 18 വർഷത്തോളമായി പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന വ്യക്തികളെയാണ്. പ്രത്യേകിച്ചും വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ കുറച്ചു കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഒരു 98 മുതലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ബഹുമാനായ രാജീവ് സാർ എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി തുടങ്ങിയത് മുതൽ ഹയർ സെക്കൻഡറി 2025 ഹയർ സെക്കൻഡറിയെ വിവിധ തലങ്ങളിലേക്ക് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഈ ഒരു സംഭാവനകൾ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഉചിതമായ രീതിയിലുള്ള ഒരു യാത്രയയപ്പ് നടത്തണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ വരുന്ന 25-ാം തീയതി വൈകിട്ട് 5 മണിക്ക് സ്നേഹാദരം എന്ന പേരിൽ നമ്മളൊരു യാത്രയയപ്പ് നൽകുകയാണ്. ചടങ്ങിൽ ഉദ്ഘാടനമായിട്ട് വരുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ MP രാജേഷാണ്. അതുപോലെ തന്നെ ശ്രീ മമ്മിക്കുട്ടി MLA അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗംഗാധരൻ മുഖ്യ അതിഥിയായിരിക്കും. മറ്റുള്ള പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം PR ഇൻവെസ്റ്റ്മെന്റ് ഡയമണ്ട് ജൂബിലി ബ്ലോക്ക് എന്ന പേരിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യാപകർക്ക് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹാദരം പരിപാടി അതും അതിന് ശേഷം നടക്കുന്നുണ്ട്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനാവും. മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്നേഹാദരം ജനറൽ കൺവീനർ V ഫിറോസ്, PTA പ്രസിഡന്റ് CP സതീഷ് കുമാർ, ഡെപ്യൂട്ടി HM C കലാധരൻ, സ്നേഹാദരം പബ്ലിസിറ്റി കൺവീനർ KK മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു. UDF ഭരിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ P ബഷീറിനെ തെരഞ്ഞെടുത്തു. നേരത്തെ ഉണ്ടാക്കിയ ധാരണാപ്രകാരമായിരുന്നു പ്രസിഡന്റ് മാറ്റം. മുസ്ലിം ലീഗിലെ ധാരണ പ്രകാരം പ്രസിഡന്റായിരുന്ന
രായൻ കീഴ്ശേരി രാജിവെച്ചതിനെ തുടർന്നാണ് പി ബഷീറിനെ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ബോർഡ് യോഗത്തിലാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ എം നിതിൻ മേനോൻ പ്രിസൈഡിംഗ് ഓഫീസറായി. യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന എന്ന മൊയ്തുക്കുട്ടി, മുൻ പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ്, അബ്ദുൽ സലാം സി, ഡയറക്ടർമാരായ രാജീവ് കെ, ഉബൈദ് സി കെ, ബീര മാസ്റ്റർ എം, കബീർ പി, ഉണ്ണികൃഷ്ണൻ ഇ, ജലജ എം, റംലത്ത് എം കെ, റസിയ കെ എന്നിവർ പങ്കെടുത്തു. ഇനി 1 വർഷമാണ് നിലവിലെ ഭരണസമിതിക്ക് കാലാവധിയുള്ളത്. പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി ബഷീറിനെ ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കളും അഭിനന്ദിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം അബ്ദുൽ സലാം MT, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, അഡ്വക്കേറ്റ് ജമാൽ, മേലാടയിൽ ബാപ്പുട്ടി, സെക്രട്ടറി പി അഷ്റഫ് അലി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം സത്യസന്ധതയോടെ നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് പി ബഷീർ പറഞ്ഞു. 2020 പുതിയ ഭരണസമിതി വന്നാണ്. കാലാവധി ഏകദേശം 1 വർഷത്തോളം ഉണ്ട്. മുന്നണി ധാരണ പ്രകാരം ആണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം സത്യസന്ധതയോടുകൂടിയും ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ഉണ്ടാവേണ്ട ജാഗ്രതയോട് കൂടിയിട്ടും പൂർത്തിയാക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മരക്കാർ മാരായമംഗലവും പറഞ്ഞു. അത് മുന്നണിയുടെയും പാർട്ടിയുടെയും തീരുമാനപ്രകാരം ആദ്യത്തെ 1 വർഷം, ഏകദേശം 1 വർഷം മുസ്ലിം ലീഗിലെ കീഴ്ശേരി രായും പ്രസിഡന്റായി. പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം രാജിവെച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രസിഡന്റായി പ്രിയപ്പെട്ട ബഷീറിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി 1 വർഷമാണ്, ഏകദേശം 1 വർഷമാണ് ഭരണസമിതിയുടെ മുന്നിലുള്ളത്. ഈ സമയത്ത് തന്നെയാണ് ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കേണ്ടത്. പ്രസിഡന്റ് ആര് എന്നതിൽ കവിഞ്ഞുകൊണ്ട് മുന്നണി വളരെ കെട്ടുറപ്പോടുകൂടി എല്ലാ ഡയറക്ടർമാരും ഒരു കക്ഷിയായി, ഒരു മുന്നണി എന്നതിനേക്കാൾ കവിഞ്ഞ് ഇവരുടെ കാലയളവിൽ ഒരു കക്ഷിയായി ഒറ്റ കെട്ടായി മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞതാണ് ഈ ബാങ്കിൻ്റെ പുരോഗതിയുടെ നിദാനമായ കാര്യം. ഈ തുടർന്നുള്ള കാലങ്ങളിലും പ്രസിഡന്റിൻ്റെ, വൈസ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡയറക്ടർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി ബഷീറിൻ്റെ മാനയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയും എന്നാണ് ഐക്യജനാധിപത്യ മുന്നണി പരിപൂർണമായി വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും ഞങ്ങളുടെ തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല നിലയിൽ ഈ ബാങ്കിനെ നയിക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് കഴിയട്ടെ എന്ന് ജനാധിപത്യ മുന്നണിയുടെ പേരിൽ മറ്റ് ഡയറക്ടർമാരെയൊക്കെ സാക്ഷി നിർത്തി, മുന്നണി നേതാക്കന്മാരെ സാക്ഷി നിർത്തി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ആനമങ്ങാട് ALP സ്കൂളിൻ്റെ 138ാം വാർഷികത്തോടനുബന്ധിച്ച് രക്ഷാകർതൃ കലോത്സവം സംഘടിപ്പിച്ചു. കലാമേളയിൽ രചനാ മത്സരങ്ങളും സ്റ്റേജിൻ്റെ മത്സരങ്ങളും നടന്നു. ആനമങ്ങാട് ALP സ്കൂളിന്റെ 134ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച കലോത്സവം കലാലയ പഠനകാലത്തെ കലാവാസനകൾ വീണ്ടെടുക്കാനുള്ള വേദിയായി. വേറിട്ടൊരു അനുഭവമായിരുന്നു രക്ഷിതാക്കൾക്ക് ഈ കലോത്സവം. PTA പ്രസിഡന്റ് EP ഷമീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ആമിന, ശ്രീജ, ഫാത്തിമ, ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ശ്രീജ ടീച്ചർ എഴുതിയ കവിതയും ഫാത്തിമ ടീച്ചർ മാപ്പിളപ്പാട്ടും അവതരിപ്പിച്ചുകൊണ്ടാണ് കലാമത്സരങ്ങൾക്ക് തുടക്കമിട്ടത്. മുമ്പ് കൈവിട്ടുപോയ കലാവാസനകൾ വീണ്ടെടുക്കാനുള്ള അവസരമായി കലോത്സവം മാറിയെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വാർഷികാഘോഷ ദിനത്തിൽ സമ്മാനിക്കും. ജനുവരി 31-നാണ് വിദ്യാലയത്തിന്റെ 138ാം വാർഷികാഘോഷം നടക്കുന്നത്. കിട്ടുന്നത് കണ്ടോളെ അന്യോന്യം പോരാടി
കരിമ്പ പള്ളിപ്പടി ദേശീയപാതയോരത്ത് നിർമ്മിച്ച കരിമ്പ ലീഗ് ഹൗസ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനത്തിന് ഓരോ പ്രവർത്തകനും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കേരളീയ സമൂഹത്തിന് നമുക്കൊന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഐക്യജനാധിപത്യത്തിലൂടെ ഇനിയുള്ള ഉത്തരവാദിത്വം അതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് അത് തൊട്ടടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിന് ഒരു നല്ല ഭാവി നേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തെ രക്ഷപ്പെടുത്തണം. അതോടൊപ്പം കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങളും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ജനസേവന കേന്ദ്രവും ലീഗ് ഹൗസിന് അനുബന്ധമായി പ്രവർത്തിക്കും. മുസ്ലിം ലീഗ് കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PKM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. യൂസുഫ് പാലക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. N ഷംസുദ്ദീൻ MLA, VK ശ്രീകണ്ഠൻ MP, മരക്കാർ മാരായമംഗലം, കളത്തിൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് TA സിദ്ദിഖ്, സലാം, സന്ദീപ് വാര്യർ, MS നാസർ, സലാം അറോണി, അലവി വാലിക്കോട് എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. വിലക്കുറവിൻ്റെ വിസ്മയം തീർത്ത് മലബാർ ഹോം അപ്ലയൻസസ് ഇനി ചെർപ്പളശ്ശേരിയിലും. മടത്തുപറമ്പിൽ പ്രവർത്തനമാരംഭിച്ച മലബാർ ഹോം അപ്ലയൻസസ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഗിഫ്റ്റുകളും നൽകുന്നുണ്ട്. ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള മലബാർ ഗ്രൂപ്പിന്റെ 23ാമത് ഷോറൂമാണ് ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പിൽ തുറന്നത്. VK ശ്രീകണ്ഠൻ MP ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരിയിലൊരു പുതിയ സ്ഥാപനം മലബാർ പ്ലസ് ഹോം അപ്ലയൻസിൻ്റെ ഏറ്റവും നല്ലൊരു മികച്ച സ്ഥാപനം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാർക്ക് വീട്ട് ഉപകരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ്. ധാരാളം ബ്രാഞ്ചുകളുള്ളൊരു സ്ഥാപനമാണ്. എല്ലാ ഗ്യാരണ്ടിയുള്ള നല്ല കമ്പനിയുടെ ഹോം അപ്ലയൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഈ സ്ഥാപനത്തിന് എല്ലാ പിന്തുണയും അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KKA അസീസ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി K ഹരിദാസ്, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിലർ ഉഷ, ചാരിറ്റി പ്രവർത്തകരായ താഹിർ ഒറ്റപ്പാലം, ഫാറൂഖ് ചെർപ്പശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായി. പുലിവാൽ മീഡിയ യൂട്യൂബേഴ്സും മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റ് അതിഥികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവാണ് മലബാർ ഹോം അപ്ലയൻസസിൽ ഗൃഹോപകരണങ്ങൾക്ക് നൽകുന്നത്. 13,900 രൂപ വില വരുന്ന LED ആൻഡ്രോയിഡ് ടിവികൾ 6,900 രൂപ മുതലും 1,80,000 രൂപ വില വരുന്ന ഡബിൾ സൈഡ് റെഫ്രിജറേറ്റർ വെറും 56,000 രൂപയ്ക്കും 21,000 രൂപ വില വരുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 13,500 രൂപ മുതലും മലബാറിൽ ലഭ്യമാണ്. ഗ്യാസ് സ്റ്റൗ, ഫാനുകൾ, കൂളർ, മിക്സി, പ്രഷർ കുക്കറുകൾ, ഫ്രൈ പാൻ, ഗിയർ സൈക്കിളുകൾ, കിഡ് സൈക്കിളുകൾ എന്നിവയെല്ലാം കുറഞ്ഞ വിലയിൽ മലബാർ ഹോം അപ്ലയൻസസിൽ നിന്ന് ലഭിക്കും. എല്ലാ ഗൃഹോപകരണങ്ങളും പലിശരഹിത വായ്പയിൽ സ്വന്തമാക്കാൻ ബജാജ് EMI സൗകര്യവും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് വൗച്ചറുകളും നൽകുന്നുണ്ടെന്ന് ഉടമകൾ പറഞ്ഞു. ഫാസില ബാനുവിന്റെ സംഗീത വിരുന്നും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി. കോസ്മെറ്റിക്സ് വിപണന രംഗത്ത് പെരിന്തൽമണ്ണയ്ക്ക് പുത്തൻ ഭാവമേകിയ കോസ്മെഡിക്സിന്റെ രണ്ടാമത് എക്സ്ക്ലൂസീവ് ഷോറൂം ബൈപ്പാസ് റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാക്, പാക്, ഹുദ ബ്യൂട്ടി, ഫോക്സ്റ്റൈൽ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുടെയും ആക്സസറീസുകളുടെയും വലിയ ശേഖരവുമായാണ് കോസ്മെറ്റിക്സിന്റെ രണ്ടാമത് ഷോറൂം പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ തറയിൽ ബസ് സ്റ്റാൻഡിന് സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജ്വല്ലറി മേഖലയിൽ 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കോസ്മെറ്റിക്സിന്റെ പെരിന്തൽമണ്ണയിലെ രണ്ടാമത് ഷോറൂമിന്റെ കളർ കോസ്മെറ്റിക്സ് കൗണ്ടർ ഡോക്ടർ വിഷ്ണു വാസുദേവനും പ്രീമിയം കോസ്മെറ്റിക്സ് കൗണ്ടർ ഡോക്ടർ ഫെബീന സീദിയും ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ സെഹ്റാസിമിയും സംതാസീറും ചേർന്ന് സ്കിൻ കെയർ കോസ്മെറ്റിക്സ് കൗണ്ടർ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് ഇന്ദിര നായർ, ഡോക്ടർ ഗ്ലാഡിസ് M, ഡോക്ടർ EM ഷാരിക എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. പെരിന്തൽമണ്ണയിലെ 2 സ്റ്റോറുകൾക്ക് പുറമെ തൃശൂർ, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലും കോസ്മെറ്റിക്സ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. റീറ്റെയിൽ സ്റ്റോറുകൾക്ക് പുറമെ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു. സഫ ഗ്രൂപ്പിന് കീഴിലുള്ള കോസ്മെറ്റിക്സ് ബ്രാൻഡായ കോസ്മെറ്റിക്സിൻ്റെ 5ാമത്
സ്റ്റോറാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കോഴിക്കോടും മലപ്പുറവും തൃശ്ശൂരും കോസ്മെറ്റിക്സിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നമുക്കറിയാം. പെരിന്തൽമണ്ണയിൽ കോസ്മെറ്റിക്സിൻ്റെ രണ്ടാമത് സ്റ്റോറാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നാം മനസ്സിലാക്കിയതുപോലെ ജമൻ ജ്വല്ലറി സെക്ടറിലാണ് സഫ ഗ്രൂപ്പ് മുഖ്യമായിട്ടും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ലക്ഷറി ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സഫ ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭമാണ് കോസ്മെറ്റിക്സിൻ്റെ വളരെ പ്രീമിയം പ്രോഡക്റ്റുകളുടെ ഒരു കളക്ഷനാണ് പ്രത്യേകമായിട്ടും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സ്റ്റോറിൽ ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. വലിയ ഡിമാൻഡ് കോസ്മെറ്റിക്സിലെ പ്രീമിയം പ്രോഡക്റ്റുകളുടെ വലിയ ഡിമാൻഡ് മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സ്റ്റോറ് ഇവിടെ പ്ലാൻ ചെയ്തതും അത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞതും. തീർച്ചയായിട്ടും ഈ കോസ്മെറ്റിക്സ് എന്ന ബ്രാൻഡിനെ ഇന്ന് നമ്മൾ തുടങ്ങിയിടത്തൊക്കെ അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ്. കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി കോസ്മെറ്റിക്സ് സ്റ്റോറുകളെ ആശ്രയിക്കുന്ന കസ്റ്റമേഴ്സ് ഇന്ന് വളരെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോസ്മെറ്റിക്സിൻ്റെ കേരളത്തിലെ മൊത്തത്തിൽ അതിൻ്റെ വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇന്ന് കോസ്മെറ്റിക്സിൻ്റെ ടീമുള്ളത്. സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT മുസ്തഫ, KT ഹംസ, KT ഉസ്മാൻ, KT അബ്ദുൽ നാസർ, KT മുഹമ്മദ് ഹനീഫ, CEO മുഹമ്മദ് ഇജാസ്, ജനറൽ മാനേജർ KT അബ്ദുൽ മജീദ്, റീറ്റെയിൽ ഹെഡ് അഖിൽ DK, മാർക്കറ്റിംഗ് ഹെഡ് R ദീപക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് സൈഫുൽ ഇസ്ലാം, കോസ്മെറ്റിക്സ് ഓപ്പറേഷൻ മാനേജർ ജയ്ജു, മറ്റ് സീനിയർ മാനേജർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തീപിടുത്തം. റക്സിൻ സെന്റർ കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് അർദ്ധരാത്രിയിൽ. ആളപായമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തം ആവർത്തിക്കുമ്പോഴും ചെർപ്പുളശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കടലാസിൽ ഒതുങ്ങുന്നു. ഇക്കാര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും. ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് P മമ്മിക്കുട്ടി MLA. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിച്ച് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ. റേഞ്ച് ഓഫീസർ N സുബൈറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പ്രതിരോധ നടപടികൾ ഫലപ്രദം. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും കുറഞ്ഞു. ഓംബുഡ്സ്മാൻ ഇടപെട്ടു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നഗരസഭ പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചു. നടപടി 1 വർഷത്തോളം യാത്രക്കാരെ വലച്ച ശേഷം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനാംകുറിശ്ശിയിലെ യാത്രാ ദുരിതം. റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. റോഡ് നവീകരണവും റെയിൽവേ മേൽപ്പാല നിർമ്മാണവും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.